ഇനി കൊട്ടാരക്കരയിലേക്കാണ്. കൊട്ടാരക്കരയിലെ കഥകളി മ്യൂസിയം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. കഥകളിയുടെ നാട്ടിൽ കഥകളി മ്യൂസിയത്തിന് അവഗണന എന്നാണ് നാട്ടുകാരുടെ പരാതി. ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും തർക്കമാണ് മ്യൂസിയം ഇങ്ങനെ അടഞ്ഞു കിടക്കാൻ കാരണം. കഥകളി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിലാണ് കഥകളി മ്യൂസിയത്തിന് ഈ ഗതി. കഥകളിയെ സംരക്ഷിക്കാനും കൊട്ടാരക്കര തമ്പുരാന് സ്മാരകവും എന്ന നിലയിലാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാകേന്ദ്രം ആരംഭിച്ചത്. 2011 മുൻപ് വരെ തൃക്കണ്ണമംഗലിലെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. കൊട്ടാരക്കര തമ്പുരാന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മ്യൂസിയം മാറ്റിയപ്പോൾ കഥകളി പ്രേമികൾ വലിയ പ്രതീക്ഷ പുലർത്തിയതാണ്. ആദ്യഘട്ടത്തിൽ സൗജന്യ പ്രവേശനമായിരുന്നു. കഥകളി ഗവേഷണത്തിനും സ്കൂൾ വിദ്യാർത്ഥികളും സൗകര്യം പ്രയോജനപ്പെടുത്തി. എന്നാൽ നവീകരണ പ്രവർത്തനത്തിനായി 2 വർഷം മുൻപ് അടച്ചു. ഇപ്പോൾ നവീകരണ പ്രവർത്തനവുമില്ല, പൊതുജനങ്ങൾക്ക് പ്രവേശനവുമില്ല. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ സംഭാവന ചെയ്ത ഈ ഒരു വൻപിച്ച കലാരൂപം എന്താണ്, അതിൻ്റെ വേഷങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഈ ഒരു പ്രസ്ഥാനം പൂട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് കൊട്ടാരക്കരക്കാർക്ക് ഈ ഗതി വന്നല്ലോ എന്ന വിഷമത്തോടെയാണ് അവരിവിടുന്ന് പോകുന്നത്. ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും തമ്മിലുള്ള ഭരണപരമായ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പ്രതീക്ഷയോടെ ഇവിടെ എത്തുന്നവർക്ക് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സന്ദർശകർക്ക് മ്യൂസിയത്തിൽ പ്രവേശനമില്ല എന്ന ബോർഡ് കണ്ടു മടങ്ങാം. കഥകളിയുടെ ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വിദേശീയർ പോലും വരുമ്പോൾ ഇവിടെ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നത് കാണുന്നതിനുള്ള സംവിധാനം ഇന്നില്ല. സത്യത്തിൽ കൊട്ടാരക്കരയ്ക്ക് തന്നെ അപമാനകരമായ ഒരു അവസ്ഥയാണിത്. ഇതിൻ്റെ അധികാരികൾ വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധ കൊടുത്ത് ഇതെത്രയും പെട്ടെന്ന് സജീവമാക്കണം എന്നൊരഭിപ്രായമാണ് കഥകളിയുടെ പേരിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ ഉള്ളത്. കഥകളിയുമായി ബന്ധപ്പെട്ട പഴയ രൂപങ്ങളും ചിഹ്നങ്ങളും ചാക്കുകെട്ടുകളാക്കിയാണ് അവഗണന. കഥകളി എന്ന മഹത്തായ കലാരൂപത്തോടും കൊട്ടാരക്കര തമ്പുരാനോടും ഒരുപോലെയുള്ള അവഗണനയാണ് ഇവിടെ കാണുന്നത്. ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും തമ്മിലുള്ള തർക്കം തീരുന്നില്ലെങ്കിൽ സർക്കാർ ഇടനില നിന്നെങ്കിലും തർക്കം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം സലിം മാലിക്, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.